Good afternoon, Joby Moore. Good afternoon. Okay, Meghna. ആരംഭിക്കാം. എല്ലാവരും ആയോ? 13 പേരായി. ഇതുവരെയാണ് തുടങ്ങിയാലോ? ബിനോയ് ഉണ്ടല്ലോ, എന്താ പ്രശ്നം? യെസ്, ആരംഭിച്ചാലോ മക്കളെ? ഓക്കെ 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 റെഡി 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 റെഡി. ഓക്കെ ഗീതു. യെസ്, ഓക്കെ 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 ഇഞ്ചു. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഞാൻ ഓക്കെ ചിഞ്ചു, നമുക്ക് പറഞ്ഞതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. അപ്പൊ നമ്മളിപ്പോ 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. അതില് 4 ടെൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഈ 6 ടെൻസ് എന്താ നമ്മൾ പറഞ്ഞത്? 6 ടെൻസുകളിൽ നമ്മൾ പറഞ്ഞത് 4 എണ്ണത്തിന്റെ സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമുക്കറിയാം പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. ഒരു സെന്റൻസ് കാണുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് എന്ന് അറിയണമെങ്കിൽ അതിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ആദ്യം സബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ വരും, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് വരും, അത് കഴിഞ്ഞതിന് ശേഷം ing വരും. അപ്പൊ സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേർ, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അത് കഴിഞ്ഞതിന് ശേഷം ing. അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു നിർത്തിയത്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോ നിങ്ങളത് മറന്നു പോയിട്ടില്ല എന്ന് എനിക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് വാചകം ഒന്ന് പറഞ്ഞ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്വന്തമായിട്ട്. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing. യെസ്, എന്താ ആരും റിയാക്ട് ചെയ്യാതെ? Why you are not reacting? യെസ് യെസ്, ഒരാൾ വന്നു. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ 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 ജോബി മോഡ് വന്നു, കറക്റ്റ് ആണ്. സ്റ്റെഫി വന്നു, കറക്റ്റ് ആണ്. യെസ്, സൂര്യ വന്നു, ഓക്കെ കറക്റ്റ് ആണ്. യെസ്,
ഹെമി വന്നു, കറക്റ്റ് ആണ്. ഗീതു വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, റെഡി റെഡി. അപ്പൊ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? യെസ്. ഓക്കെ 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 ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്കത് അഞ്ജന ഓക്കെ, അനൂപ് കുമാർ, വെരി ഗുഡ് അനൂപ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ പോകുന്നത് അതിന്റെ പാസീവ് വോയിസിലേക്കാണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിലേക്ക്. ഓക്കെ ബിനോയ്, കറക്റ്റ്. യെസ്, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതിയ അതേ രീതി തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമാണ്. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എഴുതണം, തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ, ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ, അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കും. നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ആയപ്പോൾ ഞാൻ പറഞ്ഞത് ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നാണ്. ആ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് എന്നുള്ളതൊന്നും മാറ്റണം. മാറ്റിയിട്ട് വാസ് അല്ലെങ്കിൽ വേർ എന്നുള്ള വ്യത്യാസം ആദ്യം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഓബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ്, BEING, ബീയിങ് എന്ന് ചേർക്കുന്നു. ആ ബീയിങ് ചേർത്തതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുന്നു. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റ് എഴുതുന്നു, വാസ് അല്ലെങ്കിൽ വേർ പറയുന്നു, ബീയിങ് എന്ന് പറയുന്നു, BEING ബീയിങ്, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇനി ഞാൻ അതിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. I was writing a letter. I was writing a letter. ഞാനൊരു കത്ത് എഴുതുകയാണ്. I was writing a letter. യെസ്. അപ്പൊ I was writing a letter എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നോക്കാം, ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വാസ് അല്ലെങ്കിൽ വേറെ വെർബും ഐഎൻജിയും ഉണ്ട്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. എന്തെഴുതുന്നു? ഒരു കത്ത്. ഓബ്ജക്റ്റ് കിട്ടി. അപ്പൊ അത് നമ്മൾ ആദ്യം എഴുതി എ ലെറ്റർ. എ ലെറ്റർ എന്ന് കഴിഞ്ഞ് വാസ് വരും, വേറെ വരും, വാസ് വരും. എ ലെറ്റർ വാസ്. പിന്നെ എന്ത് വേണം? ബീയിങ്. ബീയിങ്. ആ റൈറ്റിംഗ് എന്നുള്ളതിന്റെ റൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുക്കുക. റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പൊ റിട്ടൺ എഴുതുക. അപ്പൊ എന്ത് വരും ആൻസർ? എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിന്റെ എഴുതേണ്ട ക്രമം. ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലാവുകയോ സംശയമോ ഉണ്ടെങ്കിൽ ചോദിച്ചേക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതേണ്ട രീതി. അത് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. ആ ഐ എന്നുള്ളത് സുസ്മിത ലാസ്റ്റ് വേണമെങ്കിൽ ബൈ മീ എന്ന് എഴുതാം. ബൈ തുടങ്ങി അങ്ങോട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു ഒരു കാര്യം, നമ്മളിപ്പോ സാധാരണ ഇതിൽ പറയുന്നതിന് ആക്റ്റീവ് വോയിസ് എന്നും അല്ലാതെ പറയുന്നതിന് പാസീവ് വോയിസും പറയും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. രാമൻ പാമ്പിനെ കൊന്നു. ഈ വാചകം കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രാധാന്യം ഓർക്കണം. രാമൻ പാമ്പിനെ കൊന്നു. മൂന്ന് വാക്ക്. രാമനുണ്ട്, പാമ്പുണ്ട്, കൊന്നുന്നുണ്ട് അല്ലെ? കൊന്നു എന്നുള്ളത് അങ്ങോട്ട് പോട്ടെ. ഞാൻ ചോദിക്കുന്നത് യെസ്, പാമ്പാടാ. രാമനല്ലേ ആക്ഷൻ ചെയ്ത ആള്, പാമ്പ് കൊല്ലപ്പെടല്ലേ ചെയ്തത്. രാമനല്ലേ സൂപ്പർ, രാമനല്ലേ കൊന്നത്. ചിഞ്ചു പറഞ്ഞ രാമനാണ്. അപ്പൊ നോക്കിയേ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വാചകത്തില് ആക്റ്റീവ് വോയിസ് സാധാരണ നമ്മൾ പറയുന്ന പോലെ എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അയാൾക്കാണ് ഇമ്പോർട്ടൻസ്. രാമൻ പാമ്പിനെ കൊന്നു. അപ്പൊ രാമനാണ് കൊന്നത്. ഓക്കെ, ഇനി നമ്മളത് പാസീവ് വോയിസ് ആക്കി പറയണേ. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. അപ്പൊ ആ പാസീവ് വോയിസ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് വരുന്നത് ആരാണോ ആ ആക്ഷൻ അനുഭവിച്ചത്, ചെയ്തതല്ല.
ആ ചെയ്ത പ്രവൃത്തി അനുഭവിച്ചത് ആരാണോ അതിനാണ് ഇമ്പോർട്ടൻസ്. യെസ് യെസ് യെസ്, കൊല്ലുന്നു, യെസ് ബിനോയ്. അപ്പൊ അത് രണ്ടോടെ വ്യത്യാസം. ഞാൻ ഒന്നുകൂടി പറയാം, നേരത്തെ ചോദിച്ചായി ചേർക്കേണ്ടത് ചോദിച്ചത്. അപ്പൊ ഈ പാസീവ് വോയിസ് എഴുതുമ്പോൾ ചെയ്ത ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, അതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബൈ തുടങ്ങിയുള്ള ബാക്കി വിട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, ആക്റ്റീവ് വോയിസിന് ചെയ്ത ഒരാൾക്കും പാസീവ് വോയിസിന് അനുഭവിച്ച ആൾക്ക്, ആക്ഷൻ അനുഭവിച്ച ആൾക്കുമാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങളോട് കൊണ്ട് ചെയ്യിപ്പിക്കാം, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഒരു വാചകം പറയാം, വെരി ഗുഡ്. സംബഡി, SOMEBODY, somebody was calling, CALLING, calling me, me. Somebody was calling me. Somebody was calling me. Yes. അത് ടെൻസാണത്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇതിന്റെ പാസീവ് വോയിസ് ഒന്ന് എഴുതി. ബിനോയ് കൈവിട്ട് പോകുന്നു, ഓർമ്മ നിൽക്കുന്നില്ല ബിനോയ്ക്ക്. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചാലും മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നു. ഓക്കെ സൂര്യ, സ്റ്റെഫി ഓക്കെ, ഷഹാന ഓക്കെ. ഓക്കെ, മേഘ. ഓക്കെ, ചിഞ്ചു. ഓക്കെ, അനൂപ് കുമാർ, വെരി ഗുഡ് വെരി ഗുഡ്, യെസ്. ഇപ്പൊ ശരിയായി. ആദ്യത്തേല് ബിനോയ് ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചാലും മിസ്റ്റേക്ക് പറ്റി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആരെങ്കിലും? സാറേ ഞാൻ ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. സാറേ ഐ വാസ് അവിടെ ഇല്ലേ, ആം, അതുകൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാനത് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, പറയാം പറയാം പറയാം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ധന്യ. ഗീതു ഓക്കെയാണ്. യെസ്, ഓക്കെ 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 ഓക്കെ. അനൂപേ, നമ്മൾ രണ്ട് ടെൻസ് പഠിച്ചു, ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസും ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസും. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിലേ ആം ചേർക്കാൻ പറ്റുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാചകത്തെ പാസീവ് വോയിസിൽ എഴുതുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചേർക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിലേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ചേർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ കിട്ടിയ ഞാൻ നോക്കിയേ ഇപ്പൊ ഈ വാചകം സംബഡി വാസ് കോളിംഗ് മീ എന്നുള്ളതിന് പകരം സംബഡി ഈസ് കോളിംഗ് മീ എന്നാണ് വിചാരിക്കും. അപ്പൊ അനുഭവം പറഞ്ഞ കറക്റ്റ് ആണ്. ഐ ആം
അപ്പൊ സംബടി ഈസ് കോളിംഗ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആയി. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ അത് ചേർക്കാം. അപ്പോ സംബടി ഈസ് കോളിംഗ് മീ എന്നാണെങ്കിൽ ഐ ആം ബീയിങ് കോൾഡ് കറക്റ്റ് ആണ്. പക്ഷെ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കണം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എങ്ങനെയാണ് അതിന്റെ പാസീവ് വോയിസ് എഴുതുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. സംശയം മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. സംശയം മാറിയിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഒന്നുകൂടി പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. Someone was SOMEONE, someone was teaching, TEACH, teaching them when it rained, RAINED, rained. ഒന്നുകൂടി പറയാം. Someone was teaching them when it rained, RAINED. ഓക്കെ ഓക്കെ, ഒന്ന് എഴുതി നോക്കി. യെസ്, എന്ത് പറ്റി മേഘ? ആദ്യം കാണിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ. സംഗതിയാണ്, ടീച്ചിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയപ്പോ തെറ്റിപ്പോയി. പിന്നെ വെന്നിട്ട് കൂടി എൻ്റെ അടുത്ത് ചേർക്കണം. ഓക്കെ 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 ഓക്കെ, ശരി ശരി ശരി. വെരി ഗുഡ് സഹന, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അഞ്ജന, വെന്നിട്ട് റേഞ്ച് കൂടി ചേർത്തോ? ഓക്കെ 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 ഓക്കെ. സൂര്യ, ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, വെരി ഗുഡ്. ഓക്കെ സിഞ്ചു, മേഘ കറക്റ്റ്. യെസ്, ഓക്കെ അനൂപ് ശരിയാണ്. ജോബിമോൾ ഓക്കെയാണ്. റോഷ്നി ഓക്കെയാണ്. സുസ്മിത ഓക്കെയാണ്. ഓക്കെ ബിനോയ്, യെസ് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത വാചകം പറയാം. ആക്കിയിരിക്കട്ടെ. ഇന്ന് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് പറഞ്ഞിരുന്ന കുറച്ച് പേരില്ലേ?
ഇന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് പറഞ്ഞിരുന്ന കുറച്ചു പേരില്ലേ? ഒരെണ്ണം ഇണ്ടാന്ന് നോക്കി. യെസ്, അങ്ങനെ പറഞ്ഞത് അങ്ങനെ സംഭവം പറഞ്ഞത് ഓർമ്മയില്ലേ? ബിനോയ് അങ്ങനെ കാര്യം പറഞ്ഞിരുന്നില്ലേ? യെസ്, ഞാൻ പറഞ്ഞു സാർ, ഞാൻ പറഞ്ഞു. ബിനോയ് അല്ല, ഇന്ന് നമുക്ക് അങ്ങനെ പറയാമെന്നുള്ള കാര്യം ഷഹാന പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ഓർത്തു, നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. ആരെങ്കിലും ഒരാളൊന്ന് ഓർമ്മിപ്പിക്കണ്ടേ? മറന്നുപോയി. ഓക്കെ 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 അല്ല ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ സാർ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. പറഞ്ഞാലും ഒരു ചാൻസ് കൂടി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അത് വേണ്ട വേണ്ട സാർ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അതിന് നേരെടുത്തേക്കണത് നിങ്ങള് സ്മാർട്ടായ പിള്ളേരായിരുന്നു. അല്ല എന്ത് പറ്റിയത്? ഓക്കെ, ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഇടിച്ചു കയറി വന്നിരുന്ന പിള്ളേരായിരുന്നു. നിങ്ങൾക്കത് ജീവിതത്തിൽ ഉപകാരപ്രദമാകും. മേക്ക് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വെളിപ്പെടുത്തുന്നു. യെസ്, ആരാണ്? ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ. അപ്പൊ അഭ്യർത്ഥന ക്യാൻസൽ ചെയ്തു അല്ലേ? യെസ്, നിങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ആരും പോകുന്നുണ്ട്. ഞാൻ റെഡി എന്നും പറഞ്ഞ് വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പറയാത്ത ആരെങ്കിലും പറയണോ? യെസ്, നിങ്ങൾക്കത് ഉപകാരപ്രദമാകും എപ്പോഴെങ്കിലും. പിന്നീട് ലീവ് ആവാണ്, മോള് ഭയങ്കര കരച്ചില്. ശരി 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 ശരി. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഇപ്പോഴെങ്കിലും. പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലുമായിട്ടുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകുമ്പോൾ then you can understand the value of these words. നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ വന്ന് അത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ചെറിയൊരു ധൈര്യം ആ ഒരു ഓർമ്മയിൽ അങ്ങോട്ട് തലപ്പാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്ക്. പറഞ്ഞ് തെറ്റിയാൽ എന്താ കുഴപ്പമില്ലേ? നമ്മൾ ഈ 20 പേരല്ലേ അറിയുന്നുള്ളൂ. ഇതിന്റെ പ്രശ്നമുണ്ടോ? അപ്പൊ അതിന്റെ പേരിൽ എന്താണ് ധൈര്യമായിട്ട് പറയാൻ. യെസ്, അപ്പോ ആ ഒരു മനസ്ഥിതിയോട് കൂടിയിട്ട് അടുത്ത പാസീവ് വോയിസ് നമ്മൾ എഴുതുന്നു. എഴുതാനൊക്കെ നിങ്ങൾ എല്ലാവരും മിടുക്കികളും മിടുക്കന്മാരും. പറയാൻ മാത്രമാണ് ഇത്തിരി വ്യത്യാസം വരുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ എഴുതാനായിട്ട് കഴിവുള്ള നിങ്ങൾക്ക് അത് പറയാനും പറ്റുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിനെക്കുറിച്ച് അത് അറിയാമായിരുന്നിട്ടാണല്ലോ എഴുതുന്നത്. ഞാൻ തന്നെ പറയാം. യെസ്, ബിനോയ് ധൈര്യമായിട്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് മോർണിംഗ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. May I come in, sir? Yes, please come in. Please take your seat. Thank you, sir. Your name is Binoy. Sir, my name is Binoy Bia. Yes. Where are you coming from? I am coming from Nemo. Nemo. Yes. Binoy, you please make an introduction about yourself. Okay. My name is Binoy Bia. I am coming from Nemam. I am a graduate student. I passed 2021. Yes. My father, my mother, my sister in my house. Yes. My sister studying 12th standard, Okay. and his school is Karmana Girls, Yes. Karmana Girls Higher Secondary School. Yes. My father as a auto driver.
Yes. My mother housewife. Yes. My hobbies is Yes. playing cricket and Yes. dancing and acting, Yes. singing. Yes. My ambition is a hospital job. Yes. Then that's all, sir. Okay, that is all I got to mention. Okay, Binoy, very good, very good, very good. Okay, 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 okay. Yes, Binoy ചലഞ്ച് അങ്ങനെ ഏറ്റെടുത്തു. യെസ്, ഓക്കെ. ഞാൻ ഇനി ഇങ്ങനെ പറഞ്ഞ് ചമ്മുക എന്നല്ലാതെ വേറെ ലക്ഷ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. എന്നാലും ഇടയ്ക്ക് ഞാൻ പറയൂ കേട്ടോ. യെസ്, വി കം ടു ദ തേർഡ് സെന്റൻസ്. കുറച്ചു നേരം കഴിയുമ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പറ. വേറെ ആരെങ്കിലും ഒരാളോട് പറ സാർ. ഞാൻ എത്ര പേരുടെ Sir, ഞാൻ പറയും. യെസ്, സൂര്യ. ഓക്കെ, ഓക്കെ, സൂര്യ പറയും. അത് മുതൽ പറയണം. മേ കം ഇൻ സർ. ക്ലിയർ ആയില്ല? മേ ഐ കം ഇൻ സർ? ഓക്കെ, പ്ലീസ് കം ഇൻ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. Yes, good morning. Again, good afternoon. Okay, okay. Your name is Surya. Take your seat. Thank you sir. Your name is Surya. Yes I am. Okay, okay. Do you like your name? Sorry sir. Do you like your name? Yes, I can. Yes. Okay, 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 okay. Surya, you please make an introduction about yourself. Okay. Myself Surya. I was born at Pukatwadi in Ernakulam district. I have a husband and 2 babies. Yes. I did my postgraduate in St. Peter's College, Kolanjeri. Yes. I won the first position in my batch. Yes. Then I started my job as an accountant in Sevana, Karipauda. After 6 months of experience, I got a better job in Alpha Associates, also as an accountant. Then Yes. I have 4.5 years experience in that. Yes. Then I resigned my job because I am carrying my first baby. Yes. So a 3-year gap in my career. Yes. Currently, I am studying hospital administration course. Yes. My ambition is in my life is to get a better position in finance field. Yes. My hobbies are singing, dancing, cooking. That's all about me, sir. Okay, 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 okay. Very good, very good. അന്ന് പറഞ്ഞതിനേക്കാളും far better ആയിട്ടുണ്ട്. പറഞ്ഞതിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, 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 ഓക്കെ. ഒരു പ്രാവശ്യം പറഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ കുറച്ചുകൂടി സൂപ്പർ ആയിട്ടുണ്ട്. യെസ്, ഇനി ആർക്കെങ്കിലും പറയണമെന്ന് മനസ്സിൽ തോന്നുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പറയാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ സാറേ, ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയട്ടെ. ആ പറയട്ടെ എന്ന് നിങ്ങൾ പറയുന്നത് തന്നെ ഒരു ധൈര്യമാണത്. ഓക്കെ, 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 റൈറ്റ്. മൂന്നാമത്തെ വാചകം എഴുതിക്കോട്ടെ. I was typing, typing. I was typing a letter when he called me. CALLED, called me. ഒന്നുകൂടി പറയാം. I was typing a letter when he called me. Yes. And a passive voice എഴുതി.
Okay, Susmita, correct. Okay, Anjana, correct. Okay, Chinchu. Surya, okay. Joby Mol, okay. Okay, Mekha. Okay, okay, Binoy. Yes. Okay, Nube. Okay, Femi. Yes, I mean, answer the I was typing a letter when he called me. A letter, okay, was, then yeah, okay, a letter was being typed. A letter was being typed when he called me. Okay. അടുത്തത്. There were, THEY, there were, WERE, were singing, SINGING, singing a Malayalam, MALAYALAM, Malayalam song, SONG, song. They were singing a Malayalam song. Okay, any passive voice? They were singing a Malayalam song. Sir, sir, പറയൂ. sir, ടൈപ്പിനെ കാട്ടി പറഞ്ഞാ പോരെ sir? Okay, അത് ആദ്യം പറയുമ്പോൾ എല്ലാവരും കേട്ടത് കുറച്ച് കേട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് തന്നെ എല്ലാവരും കേട്ടിട്ട് എഴുതണ്ട. ഓക്കെ. A Malayalam song was being sung by them. ഓക്കെ ഓക്കെ സൂര്യ, അങ്ങനെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തു കേട്ടോ. A ഓക്കെ. Malayalam song was being sung by them. ഓക്കെ ബിനോയ്, ഓക്കെ ബിനോയ്. മേഘ ഓക്കെ. ഓക്കെ സൂര്യ ഓക്കെ. സുസ്മിത ബീയിങ് ചേർക്കാൻ വിട്ടുപോയി. ചിഞ്ചു ഓക്കെ. ജോബി മോൾ ഓക്കെ. യെസ്. ഓക്കെ 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 ഓക്കെ. റോഷ്നി ഓക്കെ. ഫെമി ഓക്കെ. ഗീതു ഓക്കെ. ബിനോയ് ഓക്കെ. ബിനോയ് എഴുതുകയും ചെയ്തു. വെരി ഗുഡ്. യെസ്. ഓക്കെ 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 ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ അത് എഴുതിയേക്കുന്നത് കറക്റ്റ് ആണ്. യെസ്. അടുത്തത്. There were, THEY, there were, WERE, were playing, PLAYING, playing football, FOOTBAL. They were playing football when the bell rang, RANG, rang. ഒന്നുകൂടി പറയാം. They were playing football
when the bell rang. They were playing football when the bell rang. മണി അടിക്കുമ്പോൾ അവര് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. The football was being played by them when the bell rang. ഓക്കെ 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 ഓക്കെ. ഓക്കെ സൂര്യ കറക്റ്റ് ആണ്. ഓക്കെ അഞ്ജന, മേഘ ഓക്കെ. ഓക്കെ ജോബി മോൾ. ഓക്കെ സിജോ, ഫെമി സിജോ. ഓക്കെ ചിഞ്ചു. ഓക്കെ റോഷ്നി കറക്റ്റ് ആണ്. യെസ്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ വായിക്കാം. They were playing football when the bell rang. They were playing football when the bell rang. അപ്പൊ നമുക്ക് ആൻസർ പറയാം. എന്ത് കളിക്കുന്നു? ഫുട്ബോൾ കളിക്കുന്നു. The football was being played. The football was being played when the bell rang. When the bell rang. Okay. Last sentence. Okay. Okay. Last sentence. He was drawing, D-R-A-W-I-N-G. He was drawing a picture. P-I-C-T-U-R-E, picture. He was drawing a picture. He was drawing a picture. Sir, a picture was being drawn by them. Okay. Shinju okay. Steffi okay. The picture was being drawn by him. Okay. Meha okay. Jobi Mol okay. Anjana okay. Roshni okay. Type ചെയ്യണോ sir? വേണ്ട കുഴപ്പമില്ല. Yes, Mimi okay. Yes. Okay. Yes. Okay. Yes. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. നമുക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്. അത് നമുക്ക് ചെയ്യാം. അപ്പോ ഇന്ന് മറ്റേ ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം കയറി. അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു വെള്ളം കുടിച്ച് വരാനാ എന്തെങ്കിലും വേണ്ടിയിട്ട് 5 മിനിറ്റ് ഇടവേള തരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചു നേരം കൂടി എടുത്തിട്ട് സംസാരിക്കും.
ക്ലാസ് ചെയ്യും, ക്ലോസ് ചെയ്യും. യെസ്. അപ്പൊ ഇപ്പൊ 2:10 2:15 നമ്മൾ വീണ്ടും കാണാം. 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ്. ഓക്കെ, അത് നമുക്ക് 2-3 ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി ചെയ്യണം. ഓക്കെ 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 ഞാൻ ആക്ടിവിറ്റി റെഡി ആക്കട്ടെ കേട്ടോ. ഓക്കെ, 15 കറക്റ്റ്. അപ്പൊ ഇന്ന് 3 മണി വരെ ക്ലാസ് ഉള്ളൂ സാർ? ആ, ഓക്കെ. യെസ്, നമുക്ക് ആരംഭിച്ചാലോ? യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷൈൻഡി മോൾ. ഹലോ സാർ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷൈൻഡി മോൾ, ഷൈൻഡി മോൾ.
അതിന്റെ മുകളില്ല. യെസ്, സുസ്മിത. എൻ്റെ മോൾ ഓൺലൈനിലുണ്ട് സാർ. നമ്മളിവിടെ ഈ 5 സെന്റൻസ് കാണുന്നതില് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചേ. ക്ലിയർ ആയില്ല സർ. ഇവിടെ 5 സെന്റൻസ് കാണില്ലേ, അതില് ഫസ്റ്റ് സെന്റൻസ് വായിച്ചേ. ഫോർത്ത് സെന്റൻസാ? അല്ല, ഫസ്റ്റ് സെന്റൻസ് വായിക്കേ. 5 സെന്റൻസിൽ ആദ്യത്തെ സെന്റൻസ് വായിക്കേ. The fox flattered the crow by saying that the cow's voice was wonderful. സ്പെല്ലിംഗ് വിട്ടുപോയതാണ്. The fox flattered the crow by saying that the crow's voice was wonderful. ഇതിന്റെ മീനിങ് എന്താണ്? മീനിങ് പറയാമോ? മീനിങ് ഫ്ലാറ്റേഡ് എന്ന് പറയുന്നത് മലയാളം പറയും. എനിക്ക് ക്ലിയർ ആവുന്നില്ല സർ പറയുന്നത്. പുകഴ്ത്തി പറയുക, പുകഴ്ത്തി പറയുക. കാക്കയുടെ ശബ്ദം നല്ലതാണെന്ന് പറയുന്നു കുറുക്കൻ. ഓക്കെ 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 അത് സൗണ്ട് ആയതുകൊണ്ടാണ്. ഞാൻ ഇപ്പൊ വായിക്കാം. The fox flattered the crow by saying that the crow's voice was wonderful. അതിന്റെ ആൻസർ പറയാം. The fox flattered, ആ ഫോക്സ് കുറുക്കൻ എന്ത് ചെയ്തു? പുകഴ്ത്തി പറഞ്ഞു ക്രോ, കാക്കയോട്. By saying that, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് crow's voice was wonderful, ക്രോയുടെ ശബ്ദം വളരെ മനോഹരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെമി, രണ്ടാമത്തെ സെന്റൻസ് വായിച്ചേ. A fox spun in the beak of the crow and got an idea. ഓക്കെ ഓക്കെ, മീനിങ് എന്താണ് ഫെമി? അതിന്റെ മീനിങ് ഒന്ന് പറയാമോ? Hello? മീനിങ് പറയാമോ? അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ. ഫെമിക്ക് റേഞ്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാൻ പറയാം. എ ഫോക്സ് സോ കണ്ടു, ദ ബൺ ഇൻ ദ ബീക്ക് ഓഫ് ദ ക്രോ, ക്രോയുടെ ചുണ്ടിൽ ഒരു ബണ്ണ് കണ്ടു. അത് ഗോട്ട് ആൻ ഐഡിയ, അവന്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നു. ഓക്കെ അഞ്ജന, മൂന്നാമത്തെ സെന്റൻസ്. അഞ്ജന, മൂന്നാമത്തെ സെന്റൻസ്. യെസ്, ബിനോയ് മൂന്നാമത്തെ സെന്റൻസ് വായിക്കും. A bun fell down the crow's leg and the fox ran away with it. ഓക്കെ ഓക്കെ, മീനിങ് എന്താണ്? ആ കാക്ക ആ ബണ്ണ് താഴെ ഇട്ടതും ആ ഫോക്സ് അത് വന്ന് എടുത്തു ഓടി അല്ലേ? താഴെ ഇട്ടതല്ല, താഴെ വീണത്. ഓക്കെ 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 ഓക്കെ, താഴെ വീണ്. ബ്രേക്സ് ആൻഡ് ഫോക്സ് റൺ അവേ. അത് ആ ബണ്ണ് ആ കാക്കയുടെ വായിന്ന് താഴെ വീണപ്പോ ആ ഫോക്സ് ആണെങ്കിൽ അത് എടുത്തോണ്ട് ഓടി. ഓക്കെ ഓക്കെ, ശരിയാണ് ശരിയാണ്. The bun fell down from the crow's beak, അല്ല ബീക്ക് ആണ്, ചുണ്ട്. BEAK ആണ്, ആറില്ല അവിടെ കേട്ടോ. ബീക്ക് ആൻഡ് the fox ran away with it. ഓക്കെ, ഇനി ഷഫീന, നാലാമത്തെ സെന്റൻസ് വായിക്കാമോ? യെസ്, ആളില്ലെന്ന് തോന്നുന്നു. മേഘ, നാലാമത്തെ സെന്റൻസ് വായിക്കാമോ? Once a crow was sitting on the branch of a tree and eating a bun. ഓക്കെ 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 ഓക്കെ, മീനിങ് എന്താണെന്ന് പറയാമോ? ആ കാക്ക മരക്കൊമ്പിൽ ഇരുന്നുകൊണ്ട് ഒരു ബണ്ണ് കഴിക്കാൻ തുടങ്ങിയായിരുന്നു, തിന്നാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ 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 ഓക്കെ, റെഡിയാണ് റെഡിയാണ്, കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ഓക്കെ,
ഇനി ഷഹാന. ഷഹാന. ഞാനിങ്ങനെ വിളിക്കുന്നു, ആരും വരുന്നില്ല. മോശമാണ്. ഞാൻ വായിക്കാം സാർ. ജോബി മോൾ. പറയൂ. He requested the crow to sing a song, and the crow started singing. ഓക്കെ. അതിന്റെ അർത്ഥം എന്താണ് ജോബി മോളെ? അവൻ കാക്കയോട് ഒരു പാട്ട് പാടാൻ അഭ്യർത്ഥിച്ചു. കാക്ക പാടാൻ തുടങ്ങി. യെസ്, ഓക്കെ. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട. അപ്പൊ ഇതിവിടെ 5 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 5 സെന്റൻസ് കൊടുത്തിരിക്കുന്ന ഒരു ജംബിൾഡ് ഓർഡറിലാണ്. ജംബിൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ തെറ്റിയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ 5 സെന്റൻസ് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആദ്യം വരേണ്ട സെന്റൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നമ്പർ എഴുതുക. രണ്ടാമത് വരേണ്ട സെന്റൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ എഴുതുക. അങ്ങനെ 5 എണ്ണത്തിന് നമ്പർ എഴുതുക. ഞാൻ എക്സാമ്പിൾ പറയാം. 5 സെന്റൻസിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിനകത്ത് 5ാമത്തെ സെന്റൻസ് ആണ് ആദ്യം വരേണ്ടത്. ഒരു കഥ പറയുമ്പോൾ അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ 5 കോമ. പിന്നെ പറയേണ്ട സെന്റൻസ് എത്രാമത്തെയാന്ന് നോക്കി? 2ാമത്തെയാണ്. അപ്പൊ 2 കോമ. അങ്ങനെ നിങ്ങളൊരു ഓർഡർ ഉണ്ടാക്കിയത്. യെസ്, 5 സെന്റൻസ് വായിക്കുക. യു മേക്ക് എൻ ഓർഡർ. കാരണം ഇത് ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു ഓർഡർ ഉണ്ടാക്കുക. ഓക്കെ സൂര്യ. ഓക്കെ. അഞ്ജനായിട്ട് വിളിച്ചില്ല. എന്താ പറയേണ്ടത്? മേഘ ഓക്കെ. രോഷിനി പറഞ്ഞിട്ടുണ്ട്. സ്റ്റെഫി പറഞ്ഞിട്ടുണ്ട്. ധന്യ കണ്ണൻ പറഞ്ഞിട്ടുണ്ട്. ജോബി മോള് പറഞ്ഞിട്ടുണ്ട്. യെസ്. നിങ്ങള് ലൈനിൽ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുമ്പോ ഒന്ന് റിയാക്ട് ചെയ്യാം. ഇതിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമാണെങ്കിൽ പറയാം. സാറേ എന്റെ കയ്യിൽ കൊച്ചുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ ഭക്ഷണം പാകം ചെയ്തോണ്ടിരിക്കണേ, എന്റെ ഇടക്കാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റിയാക്ട് ചെയ്യാം. അതാണ് പറയാ. അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല. യെസ് ഫെമി ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ മിക്കവരും ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് 4, 2, 1, 5, 3 എന്നൊക്കെ വരുന്നത്. ഓക്കെ ഫെമി. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ ഷാൻഡിയെ ഞാൻ വിളിച്ചിരുന്നു ആദ്യം. യെസ്. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഷാൻഡിക്ക് ക്ലിയർ അല്ല. ബാക്കി ആർക്കും ക്ലിയർ കുറവുണ്ടോ? ജോബി മോൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ ആണ് ജോബി മോള്. എല്ലാം ക്ലിയർ അല്ലേ? യെസ് എന്ന് പറഞ്ഞേക്കണത് ക്ലിയർ ആണെന്നല്ലേ? ഓക്കെ. ക്ലിയർ ആണ്. അപ്പൊ ഷാൻഡി മോളെ ചിലപ്പോ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറി. ഓക്കെ. നോക്ക്. അപ്പൊ മിക്കവരും എഴുതിയിരിക്കുന്നത് 4, 2 സുസ്മിത എഴുതിയിരിക്കുന്നത് 4, 2, 1, 5, 3 എന്നാണ്. നിങ്ങള് ആർക്കെങ്കിലും ഇതല്ലാണ്ട് വേറൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറൊരു ഓർഡർ തോന്നി അത് പറയും. ഇതല്ല, എനിക്ക് തോന്നിയത് ഇന്നതാണ്. നിങ്ങൾ ആരെയും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയാം. ഇതല്ല, എനിക്ക് തോന്നിയത് ആദ്യം ഇതല്ല വരേണ്ടത്. 4, 2, 1, 5, 3 എന്നുള്ളതല്ല, ഞാൻ പറയുന്നത് വേറെയാണ് എന്ന് തോന്നിയ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും ഇല്ല അല്ലേ? ഓക്കെ. ഇല്ല. അപ്പൊ ധന്യ ഇത് മുഴുവൻ ഒന്ന് വായിച്ചേ. ആ കറക്റ്റ് ഓർഡറിൽ ഒന്ന് വായിച്ചേ. ധന്യ കണ്ണൻ കറക്റ്റ് ഓർഡറിൽ വായിച്ചേ. ആദ്യത്തെ സെന്റൻസ് വായിക്കും, രണ്ടാമത്തെ വായിക്കും. അങ്ങനെ കറക്റ്റ് ഓർഡറിൽ വായിച്ചേ. Once a crow was sitting on the branch of a tree and eating a bun. Very good. Once a crow was sitting on the branch of a tree and eating a bun. Okay. രണ്ടാമത്തെ.
A fox saw the bun in the beak of the crow and got an idea. ഓക്കെ 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 ശരിയാണ്. രണ്ടാമത്തെ കറക്റ്റ് ആണ്. The fox flattered the crow by saying that the crow's voice was wonderful. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അത് കറക്റ്റ് ആണ്. അടുത്തത്. He requested the crow to sing a song and the crow started singing. ഓക്കെ 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 കറക്റ്റ് ആണ്. A bun fell down from the crow's beak and the fox ran away with it. ഓക്കെ 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 ശരിയാണ് 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 ശരി. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അപ്പൊ അത് വെരി ഗുഡ്, നന്നായിട്ടുണ്ട് അത്. അപ്പൊ ഇത് ഒരു ജംബിൾഡ് ഓർഡർ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആ കഥയൊന്നും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഓക്കെ, അടുത്തത് വേറെ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ഞാൻ ആക്ടിവിറ്റിയിൽ എനിക്ക് എന്റെ കൂടെ ഒരാൾ കൂടി വേണം. അതുകൊണ്ട് ഞാൻ മേഘയെ വിളിക്കുന്നു. മേഘ, യെസ്. ഓക്കെ ഓക്കെ മേഘ, ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ളതാണ്, സിമ്പിൾ. അപ്പൊ മേഘ കാര്യം ചെയ്തു, ഒരാളെ കൂടി വിളിച്ചു, കൂട്ടത്തിൽ ധൈര്യത്തിൽ ഒരാളെ കൂടി വിളിച്ചു. ഒരാളെയും കൂടി ധൈര്യത്തിൽ വിളിച്ചോളൂ. ഒരാൾ വന്നോട്ടെ, ഞാൻ വിളിക്കണോ? അതെ, അത് വളരെ ഡിപ്ലോമാറ്റിക് ആയ ആൻസർ ആണ്. അത് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ചോന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുന്ന അതാണ് ഡിപ്ലോമസി. ഐ അപ്രീഷിയേറ്റ് യുവർ ഡിപ്ലോമസി. ഓട്ടെ, വെരി ഗുഡ്. വളരെ തന്ത്രപരമായ നീക്കമാണ്. ഓക്കെ 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 ശരി. അപ്പൊ മേഘ ഒരാളെ സ്വമേധയാ ആർക്ക് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് റെഡി? മേഘയുടെ കൂടെ വരാനായിട്ട് ധൈര്യസമേതം വരുന്നത് ആരാണ്? നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി, ഒരാളെ എന്റെ കൂടെ വരിക സ്വമേധയം എന്ന് പറഞ്ഞിട്ട് ആരും വരാത്തത്. സൂര്യ റെഡി റെഡി. ഞാൻ വിചാരിച്ചിരുന്നു സൂര്യ ആയിരിക്കും വരുമെന്ന്. ഓക്കെ, അപ്പോ മേഘയുണ്ട്, സൂര്യ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരാളെ കൂടെ വിളിച്ചു. ചോദ്യത്തിന്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് ഒരാളെ കൂടെ വിളിച്ചു. സൂര്യ, മേഘ, ഇനി ഒരാളെ കൂടെ വിളിച്ചു. സൂര്യ ഒരാളെ കൂടെ വിളിച്ചു ഗ്രൂപ്പിലേക്ക്. 3 പേരായിക്കോട്ടെ. ജോബി മോൾ. ജോബി മോൾ. ജോബി മോളെ റെഡി അല്ലേ? ഇതാണൊരു ബലവില്ലല്ലോ. ഓക്കെ, അപ്പോ നമ്മുടെ മേഘയുണ്ട്, സൂര്യയുണ്ട്, ജോബി മോളുണ്ട്. ഓക്കെ, സോ ഞാൻ ചോദ്യം പറയാം. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ബിനോയ്ക്ക് ചാൻസ് ഉണ്ട്, ബിനോയ്ക്ക് വരും കേട്ടാ. യെസ് ബിനോയ്, ഇനി ഇത് നമുക്ക് അവസാനിച്ചിട്ടില്ല. ഓക്കെ 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 അതായത് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളുടെ എല്ലാത്തിന്റെയും ഉത്തരം ബി എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങുന്നതായിരിക്കും. ബി, ബോക്സ് എ ബി, ബി എന്ന് പറയുന്ന ലെറ്റർ. ഓൾ ആൻസേഴ്സ് ഷുഡ് ബിഗിൻ വിത്ത് ലെറ്റർ ബി. All answers should begin with the letter B. B എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ. ഇതാണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. അപ്പോ നിങ്ങൾക്ക് 3 പേർക്കും, സൂര്യക്കും മേഘയ്ക്കും ജോബിമോൾക്കും ആൻസർ പറയാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് സമയം തരാം. ആ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉത്തരം പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. The structure built, B-U-I-L-T, across the river. The structure built across the river. Bridge. Okay, 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 okay. അഞ്ജന, ഇതിന്റെ അവർ പറഞ്ഞില്ലെങ്കിലാണ് സമയം കിട്ടുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവരത് നോക്കി പറയും. ഓക്കെ ഓക്കെ, 1 മിനിറ്റ് അവർക്ക് കൊടുക്കുക. യെസ്, ശരിയാണ് ആൻസർ, ബ്രിഡ്ജ്. കാരണം the structure built across the river. നദിക്ക് കുറുകെ പണിയുന്ന സ്ട്രക്ചർ എന്താണ്? അത് പാലമാണ്. ആ പാലം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ബ്രിഡ്ജ് ആണ്. കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടീമിന് 1 പോയിന്റ് കിട്ടുന്നു. 1 പോയിന്റ് കിട്ടി. ബ്രിഡ്ജ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
A kind of clothing that keeps you warm. A kind of clothing, CLOTHING, clothing that keeps you warm. WARM, warm. Okay. Bag. ആരാണ് പറഞ്ഞത്? ബാഗാണ്. ബാഗ് അല്ല, ബാഗ് അല്ല. ക്ലോത്ത്, ക്ലോത്ത്. CLOTH, ക്ലോത്ത്. ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. എ കൈൻഡ് ഓഫ് ക്ലോത്ത് ദാറ്റ് കീപ്സ് യു വാം. WARM. ബ്ലാങ്കറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഡൺ, വെരി ഗുഡ്. ബ്ലാങ്കറ്റ് കറക്റ്റ് ആണത്. നോക്കിയേ ആ ചോദ്യം നോക്കി. എ കൈൻഡ് ഓഫ് ക്ലോത്തിങ്, ഒരു പ്രത്യേക വസ്ത്രം. ദാറ്റ് കീപ്സ് യു വാം, നിങ്ങളുടെ ചൂട് നിലനിർത്തുന്ന ഒരു പ്രത്യേക വസ്ത്രം. ചൂട് നിലനിർത്തുന്നത് എന്താണ്? ബ്ലാങ്കറ്റ്. ഇറ്റ് ഇസ് എ വെരി ഗുഡ് ആൻസർ. ഓക്കെ. ഓ, നമ്മൾ വിചാരിച്ച പോലെ നല്ലട്ടാ. ടീം അടിപൊളിയാണ്. ബിനോയ് ചുമ്മാതല്ല ഇവര് വനിതകൾ മാത്രം എടുത്തത്. ഓക്കെ ഓക്കെ ഓക്കെ. തന്ത്രപരമായ നീക്കമായിരുന്നു അവരുടെ. യെസ്. തേർഡ് ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ. ഞാൻ ഈ ചോദിച്ചു ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാന്ന് അറിയാമോ? ഞാൻ നമ്മുടെ ക്ലാസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എല്ലാ ദിവസവും ഒരു വേർഡ് പുതിയത് പഠിക്കണം. അങ്ങനെ 365 ദിവസം കൊണ്ട് 365 പുതിയ വേർഡുകൾ നിങ്ങൾ പഠിക്കണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് എവിടം വരെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അപ്പോ ഇപ്പോഴത്തെ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയല്ലേ. അനൂപേ, ഉത്തരം കിട്ടിയായിരുന്നു ചോദിച്ചേക്കാം. യെസ്. തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ. Another word for start. Another word for start. START. ബിഗിനിങ്. ഒന്ന് പറഞ്ഞാൽ ബിഗിനിങ് ആണോ? ആണോ എന്നല്ല, അതാണ്. ഡോണ്ട് വറി. ബിഗിനിങ്. വെരി ഗുഡ്, വെരി ഗുഡ്. മേഘ വീണ്ടും സ്കോർ ചെയ്യാണ്. അനദർ വേർഡ് ഫോർ സ്റ്റാർട്ട്. സ്റ്റാർട്ട് മീൻസ് ആരംഭം. ആരംഭിക്കുക എന്നുള്ളതിന് വേറൊരു വേർഡ്. ആ വേർഡ് ആരംഭിക്കേണ്ടത് ബി എന്ന് പറയുന്ന ലെറ്ററിലാണ്. ഓക്കെ. ബിഗിനിങ്, ബിഗിനിങ്. യെസ്. ദെൻ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ടീമിന് എല്ലാ പോയിന്റും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റുള്ള ഒരു ആൻസർ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദി സ്പെറിക്കൽ, സ്പിരിക്കൽ, ഞാൻ സ്പെല്ലിംഗ് പറയാം. SPHERICIL. Spherical object used to play games. The spherical object used to play games. GAMES, games. ഒന്നുകൂടി പറഞ്ഞേ. ഗെയിമിനല്ലേ? ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാൻ പറ്റുമോ സാർ? ക്വസ്റ്റ്യൻ പറയാലോ. ക്ലിയർ ആയാലൊക്കെ പറഞ്ഞാൽ പോരെ. ഞാൻ പറയില്ലേ. ദ സ്പിരിക്കൽ ഒബ്ജക്റ്റ് യൂസ്ഡ് ടു പ്ലേ ഗെയിംസ്. ബോൾ. യെസ്. അപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് അത് സുസ്മിത അടിച്ചെടുത്തു അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ബോൾ. ആ സ്പിരിക്കൽ എന്ന് പറയുന്ന വാക്കാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോളാകൃതിയുണ്ട്. സ്പിരിക്കൽ ഒബ്ജക്റ്റ്, ഗോളാകൃതിയിലുള്ള വസ്തു. യൂസ്ഡ് ടു പ്ലേ ഗെയിംസ്, കളിക്കാൻ ഉപയോഗിക്കുന്ന ഗോളാകൃതിയിലുള്ള വസ്തു. അതെന്താണത്? ബോൾ, പന്ത്. ഓക്കെ. അപ്പൊ ഒരെണ്ണം പുറത്തു പോയിട്ടുണ്ട് ചോദിച്ചതില്, ബാക്കിയൊക്കെ അകത്ത് തന്നെയാണ്. യെസ്. ഓക്കെ. പെട്ടെന്ന് കയറി പറയുന്നില്ല പറ്റുള്ളവർ. അവയ്ക്ക് 1 മിനിറ്റ് കൊടുക്കണം, കൊടുത്തിട്ട് പറയാവൂ. ഓക്കെ. യെസ്. അല്ലെങ്കിൽ ആ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് അവർക്ക് പോയില്ല. യെസ്. അല്ലാണ്ട് അവർ പറയും മിടുക്കികളാണ്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് കേക്ക്. CAKE, കേക്ക്. ബേക്കിംഗ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാരണം നിങ്ങൾ വീട്ടിൽ ചെയ്തതായതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. കറക്റ്റ് ആൻസർ ആണ്.
ബേക്കിംഗ്, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് കേക്ക്, അതിന് പറയുന്ന പേര് ബേക്ക് ചെയ്യാന്നാണ്. ഓക്കെ, ബേക്കിംഗ്. ഓക്കെ, അടുത്തത് നിങ്ങൾ പറഞ്ഞ ഞാൻ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കും കേട്ടോ. യെസ്, പറയട്ടെ. അത് വാചകതാണ്, സെന്റൻസ് ആണ്. ടു ടോക്ക്, TILK, ടോക്ക് highly, HIGHLY, highly about yourself. To talk highly about yourself. To talk highly about yourself. ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ എവിടെയെങ്കിലും ആ ഒരു വേർഡ് വന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു മിനിറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ഹൈലിയുടെ മീനിങ് ആണോ? സൂര്യ, യു ആർ കമ്മിങ് ടു ആൻസർ. കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിപ്പുണ്ട്. പറഞ്ഞു, കുറച്ചകം പോയതുള്ളൂ. എന്നോട് പറഞ്ഞ ഞാൻ പറഞ്ഞത് സ്പെല്ലിംഗ് അറിയാമോ? BASS. അല്ല, അതല്ല. സുസ്മിത, പ്രൈഡ് എന്ന് പറയുമ്പോ പി വന്നില്ല, ബി തുടങ്ങണം. ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന എല്ലാ ആൻസർ. Myself ആണോ സർ? ബിയിൽ തുടങ്ങണം. ബി 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 ഫെമി അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഓഡിയൻസിന് വേണ്ടിയാണ്. എല്ലാ ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും പറയാന്ന് പറയുമ്പോ നമ്മുടെ ടീമിലുള്ള 3 പേർക്കും പറയാം കേട്ടോ. അവർക്കുണ്ട് സമയം. സാറേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, നോക്ക്, ഫെമി അല്ല അല്ല അല്ല, അത് വ്യത്യാസമുണ്ട്. നോക്കിയേ, ഞാൻ പറയാം. ടു ടോക്ക് അല്ലെങ്കിൽ ടോക്ക്, സംസാരിക്കുക എന്നുള്ളത്. ഹൈലി എബൌട്ട് യുവർസെൽഫ്. യെസ്, നേരത്തെ അപ്പൊ ഞാൻ ആൻസർ പറയണേ. നേരത്തെ ബ്യൂട്ടി അല്ല ധന്യ. യെസ്, നിങ്ങളെ കുറിച്ച് നിങ്ങൾ തന്നെ ഇങ്ങനെ പൊക്കി പറയുക അല്ലെങ്കിൽ ഉയർത്തി പറയുക, അതിനെ പറയുന്നൊരു വേർഡ് ഉണ്ട്. നേരത്തെ സൂര്യ പറഞ്ഞു വന്നു, BOAST എന്ന് പറഞ്ഞത് കറക്റ്റ്. അങ്ങനെ ഒരു വേർഡ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച വേർഡ് ബ്രാങ് എന്നുള്ളതാണ്. BRANG. ബിഗ് അല്ല, ബ്രാങ്. BRANG. BRANG. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ടു ടോക്ക് എബൌട്ട്, ടു ടോക്ക് ഹൈലി എബൌട്ട് യുവർസെൽഫ്, നിങ്ങളെ കുറിച്ച് തന്നെ ഉയർത്തി പറയുക. ഓക്കെ, അപ്പോ മൊത്തം ചോദിച്ചതിൽ ഒരു ചോദ്യം പുറത്തു പോയിട്ടുണ്ട്, ഒരു ചോദ്യം കമ്പനിക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം പറയുന്ന ആൻസറിൽ നിന്ന് വ്യത്യസ്തമായ ആൻസർ കൂടി ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, നോക്കി. ദ മീൽ ഓഫ് ദ ഡേ. The meal, MEAL, meal of the day. The meal of the day. Bun. ഓ, അത് ശരിയായില്ല. അത് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ്. അതിന് മൊത്തത്തിലൊരു പേര് പറയും. The meal breakfast. അതെ, കറക്റ്റ് 100% നമ്മള് മീൽ എന്ന് പറയാൻ പറ്റില്ല. അതിന് വേറൊരു പേരുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പരിഗണിച്ചു, നിങ്ങൾക്ക് മാർക്ക് തന്നു, പോട്ടെ, സമ്മതിച്ചു. മീൽ ഓഫ് ദ ഡേ. അതുകൂടാണ്ട് മീൽ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വേറൊരു പേരുണ്ട്. അത് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. മീൽ ഓഫ് ദ ഡേ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മാർക്ക് തന്നിട്ടോ. ഓക്കെ, അത് നിങ്ങൾ അംഗീകരിച്ചു. ഇനി ആർക്ക് വേണമെങ്കിലും പറയാം. മീൽ ഓഫ് ദ ഡേ. ഞാനൊരു ക്ലൂ ഇട്ടുതരാം. ഈ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഭക്ഷണം കുറച്ച് വൈകി കഴിക്കണം. അപ്പൊ രാവിലത്തെ ചായയും അതിനകത്ത് കൊള്ളിക്കാം,
ഉച്ചക്കാലത്തെ ഊണും എൻ്റെ അടുത്ത് കൊള്ളിക്കാം. ഏതാണ്ട് ഒരു യെസ് സുസ്മിത, യു ആർ റൈറ്റ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. BRUNCH ബ്രാഞ്ച്, അതാണ് എൻ്റെ ആൻസർ കേട്ടോ. അപ്പൊ നമുക്കൊരു 11 മണിക്കും 3 മണിക്കും ഇടയിൽ ഭക്ഷണം കഴിച്ചാൽ നമുക്കത് രാവിലത്തെ ചായയിലും പെടുത്താം, ഉച്ചക്കുള്ളിൽ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തെ പറയുന്ന പേരാണ് മീൽ ഓഫ് ദി ഡേ. അപ്പൊ എന്നിരുന്നാലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇതനുസരിച്ച് ഞാൻ നിങ്ങളുടെ അത് പരിഗണിച്ചു, നിങ്ങൾക്ക് അത് ഉത്തരമായിട്ട് ഞാൻ പരിഗണിച്ചു. പക്ഷെ കറക്റ്റ് സംഭവം ഇതാണ്, BRUNCH. അപ്പോ ഞാൻ നിങ്ങളോട് 7 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 7 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ 7 ചോദ്യത്തില് 5 എണ്ണത്തിന് നിങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞു. ഒരെണ്ണത്തിന് മറുപടി ഞാനാണ് പറഞ്ഞത്, ഒരെണ്ണത്തിന് സുസ്മിതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ 7 ചോദ്യം. അപ്പോ 7 ചോദ്യത്തിൽ 5 എണ്ണത്തിന് മറുപടി പറയാൻ പറ്റി എന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര ഹൈ ലെവലാണ്, ഉയർന്ന ലെവലാണ്. അപ്പോ ഞാൻ സൂര്യയെയും മേഘയെയും ജോബി മോളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഓക്കെ, യുവർ പെർഫോമൻസ് വാസ് മാർവലസ്, എക്സ്ട്രാ ഓർഡിനറി, ഫാന്റാസ്റ്റിക്. ഇനി എന്തായാലും പറയേണ്ട വാക്ക് ഇത്രയും പറഞ്ഞാൽ പോരെ? യെസ്, such a great was your performance. Okay. Yes. അടുത്ത സെറ്റ് ആരംഭിക്കുന്നു. അപ്പോ ഞാൻ ഇതിനകത്തേക്ക് സുസ്മിതയെ വിളിക്കുന്നു. സുസ്മിതക്ക് കുറച്ച് GK ഒക്കെ വശമുണ്ട് എനിക്ക് പറയണ കേട്ടപ്പോ തോന്നി. സുസ്മിത റെഡി? 2 പേരെ കൂടി പ്രയോഗിച്ചു. അതിൽ ഒന്ന് ബിനോയെ വിളിക്കും. ബിനോയിനെ ആരും വിളിച്ചില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. യെസ്, സുസ്മിത 2 പേരെ കൂടി വിളിച്ചോ. ആരൊക്കെ വേണം? അഞ്ജന ഓൾറെഡി ലൈനിൽ കറക്റ്റ് അല്ലേ നോക്കുക. അത് നമുക്ക് അഞ്ജന റെഡിയാണോ? അഞ്ജന, ആർ യു റെഡി? അഞ്ജന റെഡി അല്ല സുസ്മിത, ചിലപ്പോ നെറ്റ് പ്രോബ്ലം വല്ലതായിരിക്കും. റോഷിനി റോഷി റെഡി അല്ലേ? ഇപ്പൊ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ. അപ്പൊ സുസ്മിതയായി, റോഷിനിയായി. ഇനി 1 more person. ഒരാൾ കൂടി. റോഷിനിയായി, സുസ്മി, ഒരാളെ കൂടി വിളിച്ചോളൂ. ബിനോയ് ഇല്ലേ സർ? ബിനോയ്. ബിനോയ് റെഡി അല്ലേ? റെഡിയാണ്. അപ്പൊ ബിനോയ്, സുസ്മിത, റോഷിനി. ഓക്കെ. അപ്പൊ ചോദ്യം ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞ അതേ ഓൾ ആൻസേഴ്സ് ഷുഡ് ബിഗിൻ വിത്ത് ബി. എല്ലാ ഉത്തരവും ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കണം. മാത്രമേ ഉള്ളൂ, വേറെ സിമ്പിളായ ചോദ്യമാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1. 7 ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. എ സിബിളിംഗ്. ബി. ഓക്കെ. ബോക്സ്. ഓക്കെ. ഓക്കെ അഞ്ജന നോക്കൂ. ഓക്കെ. കുഴപ്പമില്ല അഞ്ജന, നോ പ്രോബ്ലം. ഓക്കെ. യെസ്. എ സിബിളിംഗ്, SIBLING. ഞാൻ ക്ലൂ ഇട്ട് തരാം. നിങ്ങളുടെയൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ബയോഡേറ്റ തയ്യാറാക്കിയപ്പോ അതിന്റെ അകത്ത് ഈ സാധനം വന്നു. എ സിബ്ലിംഗ്, SIBLING. സ്റ്റാറ്റസ് ആണ്. ഉറക്കപ്പറ. അല്ല, അതിന്റെ അകത്ത് നമ്മളത് തയ്യാറാക്കുന്നതിൽ വരും ഈ വേർഡ് എന്ന് പറഞ്ഞാണ്. ഞാൻ ക്ലൂ ഇട്ടതാണ്, അങ്ങോട്ടൊന്ന് നിങ്ങൾ റൂട്ട് തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സിബ്ലിങ്സ് എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്
അതല്ല സുസ്മിത. യെസ്, പറഞ്ഞോളൂ. അല്ല ധന്യ ഇല്ല. ബോണ്ട്. യെസ്. സൂര്യ ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മളെ വിവാഹത്തിന്റെ ആ ഒരു ബയോഡേറ്റ തയ്യാറാക്കുമ്പോൾ സിബ്ലിങ്സ് എഴുതും. 2 സിസ്റ്റേഴ്സ്, 3 ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതും. അതാണ് നമ്മൾ സിബ്ലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റോഷിനി പറഞ്ഞായിരുന്നു ആൻസർ. അതെ, ഓക്കെ. ഓക്കെ, അപ്പൊ സോറി കേട്ടില്ല. ഓക്കെ. അപ്പൊ റോഷിനി നിങ്ങളുടെ ടീമിൽ തന്നെ മാർക്ക് കേട്ടോ. യെസ്, ഓക്കെ ടീമിൽ വന്നു അത്. അപ്പൊ എ സിബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രദർ എന്നർത്ഥം, ബ്രദർ. ഓക്കെ. അടുത്തത് വെയർ, WEAR, വെയർ കേട്ടോ. വെയർ ഇറ്റ് across your waist, WAIST. Wear it across your waist. Wear it across your waist. Wear it across your waist. Wear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയൂ. അല്ല. വെയർ അഞ്ജന. യെസ്, ഇവര് തകർക്കാനുള്ള. അഞ്ജന ആൻസർ പറഞ്ഞു. അതായത് വെയർ ധരിക്കുക, എക്രോസ് കുറുകെ, യുവർ വേസ്റ്റ് നിങ്ങളുടെ അരഭാഗത്തിന് ചുറ്റും ധരിക്കുന്ന ഒരു സംഗതി. നമ്മളത് ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഡ്രസ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ്. ഇനി ആ വഴിക്കൊന്ന് ചിന്തിച്ച്, ഡ്രസ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ സംഗതി ഉപയോഗിക്കാറുണ്ട്. യെസ്, ബെൽറ്റ്. ഓക്കെ, സുസ്മിത ശരിയാണ്, ബെൽറ്റ് ആണ്, ബെൽറ്റ്. ഓക്കെ റെഡിയാണ്. അപ്പൊ ഓക്കെ. യെസ്, അപ്പൊ 2 പോയിന്റ് ആയിട്ടോ. ഇനി അടുത്തത് കണ്ടാ, വെയർ ധരിക്കുക, ഇറ്റ് അക്രോസ് യുവർ വേസ്റ്റ്, വേസ്റ്റിന് ചുറ്റും ധരിക്കുന്നത്, ബെൽറ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഓപ്പോസിറ്റ് ഓഫ് ഡൾ. ഓപ്പോസിറ്റ് ഓഫ് ഡൾ, DULL, ഡൾ. Opposite of dull, DULL, dull. Oh, right answer, Susmita. Right answer. Okay. Right answer. Dull എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മ്ലാനമായ, ഗ്ലൂമി ആയിട്ടിരിക്കുക. നമ്മൾ പറയാറില്ലേ, നീ എന്താ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബ്രൈറ്റ്. അവിടെ സുസ്മിത പറഞ്ഞു. ഓക്കെ. നിങ്ങളുടെ ടീമിൽ തന്നെ പെട്ടവര് അത് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓപ്പോസിറ്റ് ഓഫ് ഡൾ, ദാറ്റ് ഈസ് ബ്രൈറ്റ്. അടുത്തത് എ ചെസ് പീസ്. ചെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെസ് കളിക്കില്ലേ, ആ ചെസ് ആണ് കേട്ടോ. എ ചെസ് പീസ് ദാറ്റ് മൂവ്സ് ഡയഗണലി. എ ചെസ് പീസ് ദാറ്റ് മൂവ്സ് ഡയഗണലി. ചെസ് കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ബിഷപ്പ്. ബിഷപ്പ്. ബിനോയ് ഇസ് കറക്റ്റ് ആൻസർ. ബിഷപ്പ്, BISHOP. അതായത് ഓക്കെ കറക്റ്റ് ആണ്. അതായത് ചെസ് കളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പീസ് കോൺ ടു കോണർ പോകുള്ളൂ. അതിനെ പറയുന്ന പേരാണ് ഈ പേര്, HS പീസ്. ഒരു ചെസ്സിൽ ഉപയോഗിക്കുന്ന പീസ് ദാറ്റ് മൂവ്സ് ഡയഗണലി. ഡയഗണലി എന്ന് പറഞ്ഞ വാക്കിൽ പറയണം, കോൺ ടു കോൺ.
അത് പോകുന്നതാണ്. ഓക്കെ ഓക്കെ. ഓ, ബിനോയ്ക്ക് ഇത് അഭിനന്ദന പ്രവാഹമാണല്ലോ. യെസ്, എ ചെസ് പീസ് ദാറ്റ് മൂവ്സ് ഡയഗണലി. അപ്പൊ മൂന്നാമത്തെ ചോദ്യവും നിങ്ങൾ, അടുത്ത ചോദ്യവും നിങ്ങൾ അടിച്ചെടുത്തിരിക്കുകയാണ്. നാലാമത്തെ ചോദ്യം. യെസ്, ഇനിയൊരു 3 ചോദ്യം കൂടിയുണ്ട്. അടുത്തത് ആർക്കും പറയാവുന്ന വളരെ സിമ്പിളായ ചോദ്യമാണ്. 8. വെരി സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. എ ലാർജ് വെഹിക്കിൾ carrying people. A large vehicle carrying people. Okay, okay, Susmita, your answer is right. Right answer. That is called bus. Correct answer. Your answer is right. Okay, 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 okay. അപ്പോ 5 ചോദ്യവും നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ 2 ചോദ്യം കൂടി അവശേഷിക്കുന്നു. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്. എ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്. അപ്പൊ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിരിക്കണം ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു. ഓക്കെ. യു ഓൾസോ ഉത്തർപ്രദേശ്. എന്റെ ബിനോയി, ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ യു അല്ലേ? ഇവിടെ സുസ്മിത ആൻസർ പറഞ്ഞു ബീഹാർ. ഓക്കെ 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 ഓക്കെ. ബംഗാൾ വരുമ്പോൾ വെസ്റ്റ് ബംഗാളൊക്കെ വരും. ഓക്കെ, ബീഹാർ സുസ്മിത ആൻസർ പറഞ്ഞു. ഓക്കെ, ആദ്യം സുസ്മിതയാണ് പറഞ്ഞത്. ഓക്കെ, കറക്റ്റ് ആൻസർ. അപ്പോ 6 ചോദ്യങ്ങൾ നിങ്ങൾ തകർത്ത് നിൽക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ചോദ്യം. വെരി സിമ്പിൾ സിമ്പിൾ ഹമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഞാനേ വിചാരിച്ച പോലെ നല്ലത് നിങ്ങള് നല്ല ബുദ്ധിയുള്ള പിള്ളേരാ. ഞാൻ ഈ ഇത് ഒന്ന് മനസ്സിലെങ്കിൽ വിചാരിച്ച് നിങ്ങൾ ചോദിക്കുന്നപ്പോൾ ഞാൻ വീട്ടിൽ നിങ്ങൾ ആരും പറയൂലെന്നാണ്. എന്റെ പ്രതീക്ഷകളെല്ലാത്തിനെയും തൃണവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഉയർന്ന്, നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കേണ്ട ആൾക്കാരല്ല, പ്രതിഭകളാണ്, പ്രതിഭാസങ്ങളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ, നിങ്ങള് വീട്ടിൽ വൈകുന്നേരം ചെന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് തോളത്തങ്ങോട്ട് തട്ടുക, പ്രതിഭയാണ് ഞാൻ, പ്രതിഭാസമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്വയം അങ്ങോട്ട് അഭിനന്ദിക്കുക. ഞാനിപ്പോ എന്റെ അഭിനന്ദനം പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ സ്വയം അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാം. യെസ്, ഓക്കെ സാർ. ഓക്കെ ഓക്കെ. നിങ്ങൾ അതിന് ഇത് വേറെ വല്ല ക്രിസ്മസ് പ്രിന്റോ അല്ലെങ്കിൽ വേറെ വല്ല ഓണാഘോഷമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ 2-3 ഒക്കെ എടുത്തിട്ട് അവർക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്കും ഒരു അവിടുന്ന് അത് സിമ്പിൾ ആയിട്ടുള്ള വേണം. അത് ആളും തരം നോക്കി ചോദിക്കണം കേട്ടോ. 5ാം ക്ലാസ്സിലെ പിള്ളേരോട് പോയി ചോദിക്കരുത്. ഒരു ലെവല് നോക്കണം നമ്മൾ, ആരാണ് ഓഡിയൻസ്, അവിടെ നിങ്ങൾ സംഗതി എടുത്തിട്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഷെയർ ചെയ്യാം. ഓക്കെ 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 ഓക്കെ. അത് നിങ്ങളുടെ മനോധർമ്മം പോലെ. അത് കഴിയുമ്പോൾ നിങ്ങളെന്ത് പറയും, ഇതൊക്കെ ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ച് അവതരിപ്പിച്ചാന്ന് പറയും. ആ പാവം ജോബ് സാറിന്റെ പേര് പോലും നിങ്ങൾ പറയും? അത് പറയൂല. യെസ്, let us come to the last question. Very good. The facial hair. Facial, FACIAL, മുഖവുമായി ബന്ധപ്പെട്ടതാണ് ഫേഷ്യൽ ഹെയർ, HAIR ഹെയർ. ഓക്കെ. ഫേഷ്യൽ ഹെയർ. ഞാനൊരു ക്ലൂ ഇട്ട് തരാം, നിങ്ങൾ ആലോചിച്ച് വേറെ വഴിക്ക് പോവാതിരിക്കാൻ യു ആർ ഇന്റലിജന്റ്, സ്മാർട്ട്, എനർജറ്റിക് ആൻസർ. യുവർ റൈറ്റ് ആൻസർ സുസ്മിത. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ സുസ്മിത പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറയാൻ പോയ ക്ലൂ ഇതായിരുന്നു, ആണുങ്ങൾക്ക് മാത്രമേ ഇത് ഉണ്ടാവൂ എന്ന് പറയാനായിട്ടാണ് ഞാൻ ക്ലൂ ഇടാൻ പോയത്. അപ്പൊ അതിനു മുമ്പ് എന്നെ സുസ്മിത പറഞ്ഞു BA. ഫേഷ്യൽ ഹെയർ, ഫേസിൽ ഉണ്ടാകുന്ന മുടി, അതേതാണ്? താടിയാണ്. അപ്പൊ BEARD കറക്റ്റ് ആൻസർ. അപ്പോ ബിനോയ്, സുസ്മിത ആൻഡ് റോഷ്നി, നിങ്ങൾക്ക് ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ്. ഒരു ചോദ്യം പോലും പുറത്തു പോകാതെ എല്ലാത്തിനും നിങ്ങൾ ഉത്തരം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് once again I give you
My hearty congratulations. Thank you. Thank you very much, sir. Okay. ഞാനേ ഇത് 1.5 മണിക്കൂർ തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി അതൊരു വിരസതയായിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടത്. അല്ലെങ്കിൽ ക്ലാസ്സിന്റെ എല്ലാ നേരവും ഈ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ പറയും ഈ സാറിന് വേറെ പണിയൊന്നും ഇല്ലേ, അല്ലെങ്കിൽ സാറിന് പാസീവ് വോയിസ് വന്ന് അറിയാൻ അങ്ങനെ ആയിരിക്കും അല്ലെ? യെസ്. അപ്പൊ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ആ വിരസതയും കൂടി ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുക. ആദ്യം പറഞ്ഞ ടീമും ഇതാണ്, കാരണം അവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നത്. കാരണം രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഗ്രിപ്പ് കിട്ടി. ഈ ലെവലാണ് പോണത്, ഇത് പിടിക്കണം. മറ്റവരങ്ങനെയല്ല, ഒന്നും അറിയാൻ പാടില്ലാണ്ട് വന്നു നിന്നതാണ്. ആദ്യത്തെ 3 പേരുകാര് ഇതിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാണ്ട് എന്റെ ഒരു ഉറപ്പിന്റെ പുറത്ത് വിളിച്ചപ്പോ അത് വന്നതാണ് മേഘയും മറ്റേ ടീമൊക്കെ. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഇനിയും കാണുമ്പോൾ ഞാൻ വേറെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് മറക്കണ്ട, നമ്മൾ ഇന്ന് പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് എളുപ്പമുള്ളതൊക്കെ നമ്മൾ ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് പാസീവ് വോയിസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോ വി വിൽ മീറ്റ്. യെസ്. അവരും അടിപൊളിയാണ്, എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങളോടന്ന് ഞാൻ ആ ഓണത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയായിരുന്നു, നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്ന പെട്ടെന്ന് പറയാൻ പറ്റാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇതിനോടൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ. സോ യുവർ പെർഫോമൻസ് വാസ് സൂപ്പർ. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ. Thank you very much, sir. Thank you very much, sir. ഓക്കെ. Thank you, sir. ഓക്കെ. Thank you, sir. ഓക്കെ. Bye, friends.